ആ എന്താ പുറത്തെ ചൂടരെ ഓ എന്നിട്ട് എന്തൊക്കെയുണ്ട്? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നും നിങ്ങളെ കണ്ടില്ല ഇവിടെ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എപ്പോഴും വന്നിട്ടാ പറയാ ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ പോയാൽ നേരത്തെ എപ്പോഴും വന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയാം ഇങ്ങോട്ടേ ഞാൻ ഇപ്പൊ വന്നതേ എടീ ഫോണൊന്ന് കൊടുക്കണം, കൊടുക്കാൻ പോകുന്നതായിട്ടല്ല, വളരെ അത്യാവശ്യം ഒരു ന്യൂസില്ലാത്തന്ന്. ഇതെങ്ങനെ അടുത്തൊന്ന് പൈസ അല്ല എന്തിനാ ഇത് കൊടുക്കണം? അല്ല നിങ്ങൾ കണ്ടപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നണല്ലോ, എന്ത് പറ്റി? ഓക്കെ ഈ കാണുന്ന ലുക്ക് തന്നെ ഉള്ളൂ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ അറിയിക്കണ്ടല്ലോ, വളരെ അത്യാവശ്യം. ഞാൻ എടുത്തിട്ട് പൈസ ഒന്നും കൊണ്ട് പിന്നെ ഇതിന്റെ ബോക്സും ചാർജറൊക്കെ ഉണ്ടോ? ബോക്സർ ഉണ്ടല്ലോ. പിന്നെ ഇതിനിപ്പോ ഒരു 10 റുപ്യ വരെ കിട്ടുക ഉള്ളതന്നെ ഉള്ളൂ, കുറച്ച് പഴയ സെറ്റ് ആണ്. പിന്നെ കുട്ടിയെ ഒരു 12 റുപ്യ തന്നൂടെ? പുതിയ ഫോണാ, 10 റുപ്യ വിലയുള്ള ഫോണത്. ബുദ്ധിമുട്ടുണ്ടാ? ഇതിപ്പേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ടേ നമുക്ക് അതിൽ വിൽക്കാൻ പറ്റുന്ന വിലക്കിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇതിന് 10 കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും കയ്യിലുണ്ടോ? എൻ്റെ ഐ ഡി കാർഡ്. ഐഡിയ അത് മതി. എത്ര നേരമായി ഇപ്പൊ ഫോൺ വിൽക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ അതും കൊണ്ടിട്ട് മുങ്ങിയോ? 10 റുപ്യ ഉണ്ട്. എണ്ണ കളി കണ്ടു കുട്ടിയെ, എനിക്ക് എന്നെ വിശ്വാസം വലിയ പാരടോ. എന്തായി കൊടുത്തോ? അത് കിട്ടി. ഇത് മതി മതിയാക്കല്ലേ? ഇഞ്ചിപ്പോ വിറ്റിട്ടോ മൊബൈൽ ഉണ്ടെന്നല്ലേ? എനിക്ക് അതിൽ 1000 റുപ്യ തരാം. ആരെന്ത് പണിയാടാ നിന്റെ ഐ ഡി കാർഡാണ് കൊടുക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം വന്നാലേ എനിക്കാ പ്രശ്നം. അത് പൗതി മതിയാക്ക്, പൗതി ഇക്കളാണ്. എന്തായാലും ഇനി ഏതായാലും നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ കൊടുക്കാം, ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞാണ്ട്. ഏട്ടാ സെക്കൻഡ് ഹാൻഡ് ഫോൺ ഉണ്ടാ? സെക്കൻഡ് ഹാൻഡ് ഫോൺ ഉണ്ട്. ഏതാണ് വേണ്ടി? വാ ഇത് പറ്റൂക്ക. ഇതിന് എത്ര റുപ്യ ആവും ഏട്ടാ? അത് കൊണ്ടേക്കോ. പുതിയ 10-25 രൂപ വില ഉള്ളതാ. എനിക്ക് അതിനോട് 12 റുപ്യക്ക് തരാം. നല്ല ഫോണാ, കുറഞ്ഞ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല ഫോൺ തന്നെ അല്ലേ? നിന്റെ അടുത്ത് ഇപ്പൊ 10 റുപ്യ ഉള്ളൂ. 2 റുപ്യ ഞാൻ കൊണ്ടുവന്ന് തന്നാ മതി ഏട്ടാ. ഏതാ അയ്യൊന്നും ലാഭമില്ലാത്ത ചെറിയ ചായക്കായ എമ്മ കിട്ടാം. ഇത് കൊണ്ടുതരോ ബാക്കി? ഈ ഫോൺ എനിക്ക് നല്ല ഇഷ്ടമായി ചേട്ടാ. 2000 റുപ്യ ഇല്ല, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നു തരും. ഫോൺ അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ. ഇപ്പൊ ആണെങ്കിൽ എന്നെ വിളിച്ചിട്ടും ആരും കിട്ടണില്ലേ. എനിക്ക് അങ്ങോട്ടും വിളിക്കാൻ പറ്റിയ ഫോണില്ലാത്തോണ്ട്. ഫോണില്ലാത്തോണ്ട് പിന്നെ ആരും പണിക്ക് വിളിച്ചാലും കിട്ടണില്ലേ. അതുകൊണ്ട് ഫോൺ ഇപ്പൊ എന്തായാലും വേണം, അതുകൊണ്ടാണ്. ഇതിനെ പറ്റി ചെയ്തിട്ടോ, നാളെ വൈകുന്നേരം തന്നെ പൈസ കൊണ്ട് തരും. കേട്ടോ ഏട്ടങ്ങൾ എന്നാലേ ഈ സിം ഉണ്ടല്ലോ, ഇതൊന്നും അതിക്ക് ഇട്ടുതരുമോ? റീചാർജ് ഒക്കെ ചെയ്യാൻ. ഹലോ സാറേ, ആ കളവ് പോയ ഫോണായിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കുമോ? പോയിക്കോളാം. സിം ഇട്ടപ്പോഴേക്ക് ഏട്ടോ പണിക്ക് ആള് വിളിക്കൽ തുടങ്ങി. ഹലോ ഹലോ, ഇത് തൃപ്പഞ്ചേരി സ്റ്റേഷനിലെ SI ആണ്. തനിക്ക് ഈ ഫോൺ എവിടെ നിന്നാണ് കിട്ടിയത്? ഏട്ടോ ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത് നോക്കി വെക്കാൻ നിങ്ങള്. എടോ പോലീസ് സ്റ്റേഷനാണോ? പറയ് സാറേ. ഇത് കളവ് പോയ ഫോണാണെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. തനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? സാറേ ഇതിവിടെ ഒരാൾ വിൽക്കാൻ കൊണ്ടുവന്നാണ്. അറിയണ്ടാവുന്നല്ല, പക്ഷെ നമ്മൾ പ്രൂഫൊക്കെ വാങ്ങി വെച്ചിരിക്കണു. ഒരു ID കാർഡൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ കൊടുത്തത്. പിന്നെ അതിന്റെ ചാർജറും ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു. ആര് കൊണ്ടുവന്ന് വിറ്റതാണെങ്കിലും ഇതിപ്പോ തൊണ്ടി മുതലാ. എത്രയും പെട്ടെന്ന് ഇതിനങ്ങോട്ട് സ്റ്റേഷനിൽ എത്തിക്കുക. ഇനിയിപ്പോ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താൻ കൊറിയർ ചെയ്താൽ മതി. അപ്പൊ സാറേ ഇത് എനിക്ക് ഫോൺ തന്നാക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂലേ? അയാളെ പ്രൂഫും അഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ താൻ തന്റെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ മതി. താനിപ്പോ എത്രയും പെട്ടെന്ന് ആ ഫോൺ അവിടെ എത്തിക്കാനുള്ള മാർഗം നോക്കുക. താനിത് അയച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ തൊണ്ടിമുതൽ അന്വേഷിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് വരേണ്ടി വരും. അത് തനിക്കൊരു ബുദ്ധിമുട്ടാവും. വേണ്ട സാറേ, ഞാൻ കൊറിയർ ചെയ്തത് സാറേ. ഇല്ലാത്തൊരു ഇടങ്ങാറായാലോ, അല്ലെങ്കിലേ കച്ചവടം ഇല്ലാത്തൊരു നേരം അതിൻ്റെ കൂടി ഇങ്ങനത്തെ ഓരോ ഇടങ്ങാറും.